തമിഴ്നാട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഒരു KSRTC യാത്രയായിരുന്നു. അതായത് നമ്മുടെ വയനാട് ജില്ലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? കേരളത്തിലെ വയനാട് ജില്ലേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെയാണ്. പക്ഷേ ഞാൻ പറയുന്ന പ്രത്യേകത അതല്ല. 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നൊരു ജില്ലയാണ് വയനാട് ജില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മൾ കേരളത്തിൽ നിന്നും നേരെ തമിഴ്നാട്ടിലോട്ട് ഒരു KSRTC യാത്ര, അതിലെ കാഴ്ചകളും വിശേഷങ്ങളും. ഞാൻ കോഴിക്കോട് നിന്ന് നേരെ വയനാട്ടിലെത്തി. വയനാട് ബത്തേരിയിൽ നിന്നും നേരെ തമിഴ്നാട് കയ്യൂന്നി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അതുവരെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മുടെ വീഡിയോ. കാണാം. ഒന്ന് ലൈക്ക് അടിച്ചുകൊണ്ട് കണ്ടോളൂ. നമ്മളിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരി പ്രൈവറ്റ് സ്റ്റാൻഡിലാണ്. ഒരുവിധ എല്ലാ ബസ്സുകളും ഇവിടെ നിന്നാണ് യാത്ര പോകുന്നത്. അതായത് തമിഴ്നാട്ടിലോട്ടായിക്കോട്ടെ, അതേപോലെ വയനാട്ടിലെ വിവിധ സ്ഥലങ്ങളിലോട്ടുള്ള ബസ്സൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത്. ഒരു പഴയ ബസ് സ്റ്റാൻഡാണ് സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡ്. അപ്പം നമ്മുടെ തമിഴ്നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ KSRTC ബസ്സിൽ കയറിയിരിക്കുകയാണ് ഞാൻ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് തമിഴ്നാട്ടിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും യാത്രയിലെ കാഴ്ചകൾ കാണാം. നല്ല അടിപൊളി മനോഹരമായ കാഴ്ചകൾ. ടൗണിൽ നിന്നും കുറച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന അടിപൊളി കൃഷി ഇടങ്ങളാണിത്. തമിഴ്നാടിനെയും കേരളത്തെയും വേർതിരിക്കുന്ന ടൗണാണ് താളൂർ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് താളൂർ ടൗണാണ്. ഇനി അങ്ങോട്ട് തമിഴ്നാടാണ്. ഇത് താളൂർ പള്ളിയാണ് കേട്ടോ. ഇവിടെ 2 പള്ളികളുണ്ട്, അപ്പുറവും ഇപ്പുറവും ആയിട്ട്. അപ്പോൾ ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലൂടെയാണ്. താളൂർ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാണുന്ന ടൗണാണ് എരുമാട് ടൗൺ. ഈ ടൗണാണ് കയ്യൂന്നി ടൗൺ. കയ്യൂന്നി വഴി അയ്യങ്കൊല്ലിക്ക് പോകുന്ന ബസ്സിലാണ് ഞാൻ കയറിയിരിക്കുന്നത് കേട്ടോ.
ദേണ്ട് പോണ് ഞാൻ വന്ന ആനവണ്ടി. ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണേ. ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊന്നും കാണിച്ചില്ല, അത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. ഞാനിപ്പോൾ തിരിച്ചെൻ്റെ ഇളയ പെങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഇത് താളൂരാണ്. ഇനി നമുക്ക് ഈ കാഴ്ചകൾ കണ്ടു നോക്കാം. ഇഞ്ചി കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണിപ്പോൾ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇഞ്ചി നടുന്നതൊക്കെ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചിലവരൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ കൃഷിയിടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പം ഇവിടെ കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചി കൃഷിയാണിത്. അപ്പോൾ ഇഞ്ചി നട്ട് കഴിഞ്ഞിട്ടുള്ളൂ, മുളച്ച് വന്നിട്ടില്ല. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നാട്ടിൽ നിന്നും വീണ്ടും കേരളത്തിലേക്ക് താളൂരെത്തിട്ടോ. താളൂരാണ് തമിഴ്നാടിൻ്റെ അതിർത്തി. നമ്മൾ ഇളയ പെങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്. താളൂരിൽ നിന്ന് ബസ് ഇറങ്ങിയാൽ കുറച്ച് നടക്കാണ്ട്, 1 കിലോമീറ്ററൊക്കെ ഉള്ളൂ. പക്ഷെ ഒരു വലിയൊരു കയറ്റാണ്, കണ്ടില്ലേ, കിതയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ ഓട്ടോറിക്ഷയൊന്നും കണ്ടില്ല. അപ്പം നടന്നു പോകാമെന്ന് വെച്ചു. കുറച്ചേ ഉള്ളൂ, പക്ഷേ കയറ്റം ചിലപ്പോൾ നല്ല കിതയ്ക്കുന്നുണ്ട്. നമ്മൾ പോണ വഴിക്കുള്ളൊരു ഇഷ്ടികക്കളമാണ് ഇത്. ഈ പുല്ല് കണ്ടോ, ഇത് നട്ട് വളർത്തുന്ന ഒരു പുല്ലാണ്. ഇത് പശുക്കൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് നട്ട് വളർത്തുന്നതാണ്. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ എങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? യാത്രാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒരു കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അതായത് സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല മഴക്കാലമാണ് വരാൻ പോകുന്നത്. അപ്പം നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധ ഉണ്ടാവണം. ഒരുപക്ഷെ നമ്മുടെ സഹോദരി സഹോദരങ്ങളാവാം, നമ്മുടെ മക്കളാവാം, ആർക്കായാലും അവരുടെ പഠന കാര്യങ്ങളിലായിക്കോട്ടെ, അവരുടെ ജീവിത രീതികളിലായിക്കോട്ടെ, അവർ പോകുമ്പോഴും വരുമ്പോഴും ഭക്ഷണ കാര്യത്തിലും ഒക്കെ നമ്മുടെ അതീവ ശ്രദ്ധ ആവശ്യമാണ്. അപ്പം നമ്മുടെ നാളെയുടെ ദീപങ്ങളാണ് അവർ. നാളെ നമ്മുടെ നാടിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയൊക്കെ ദീപങ്ങൾ തെളിക്കേണ്ടവരാണ് എന്ന ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാവണം. അവരുടെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്ന് മാത്രം ഞാൻ ഓർപ്പിച്ചുകൊള്ളുന്നു. മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അവരുടെ വളർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഓർപ്പിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ കാഴ്ചയും വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. തൽക്കാലം ബൈ ബൈ.